ഹായ് ഗൈസ് പറയില്ലേ. ബാക്ക് ടു ദിന്യാസ് യൂട്യൂബ് ചാനൽ. അവിടെ ആയിരിക്കുന്നോ ഫാൻസാ തോന്നുന്നു. സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബർ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരിക്കുന്നു ഗൈസ്. ഓടി വന്നാ കാണിച്ചു. ഞങ്ങൾ അവരെയും കാണിച്ചു അവരെ കാണിച്ചു. ഓടി വാ. ഞങ്ങൾ ഇവിടെ അടുത്ത ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച് ചെയ്യാം. അതെ, ലൈവായിട്ടൊന്നുമില്ല, വീഡിയോ വരുമ്പോ അവരെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ലയ ആൻഡ് ജോബിന. അപ്പം ഇന്ന് ഞാൻ എന്നെ ഇവർക്ക് എത്രത്തോളം അറിയാം അതാണ് ചെയ്യാൻ പോണല്ലേ. ഹൂ നോസ് മീ ബെറ്റർ. നല്ല ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. കൈ വെക്കണം ഇതിനും. കൈ വെക്കണം. അഭിനയിക്കല്ലേ കൈ വെക്കണല്ലേ. കൈ വെക്കണ്ടേ? റെഡി? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. അത് അങ്ങനത്തെ ഞാൻ അങ്ങനെ ഇതുപോലൊരു ഇങ്ങനെ അങ്ങനത്തെ എന്തിനാണ് എനിക്ക് പേടിയെന്ന് പറയാം. മൃഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? അത് നിങ്ങൾ പറ. അട്ട പറ. 2 ചാൻസ് പറ നിങ്ങൾ. പറഞ്ഞില്ലേ ഒന്ന് ഫയർ വർക്ക്, അതൊക്കെ പറ്റുമോ? ഓ, പടക്കം പൊട്ടിക്കുന്ന. അയ്യോ, പടക്കം പൊട്ടിക്കുന്ന. രണ്ടാമത്തത് അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്താ സത്യം പറഞ്ഞാ ഇത് ഇവിടെ പറഞ്ഞത് കറക്റ്റ് ആണ്. ഭയങ്കര പേടിയാണ്. പക്ഷെ അത് ഒരെണ്ണം കൂടെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണ്? ഒരു സാധനത്തിനും കൂടെ. പാമ്പ്. അയ്യാ, പാമ്പിനെ എനിക്ക് ഭയങ്കര പേടിയാ. എന്നോട് ഇവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞു കോമ്പറ്റീഷൻ ഭയങ്കര പേടിയാ. എപ്പോഴും അത് എത്ര റെഡി ആയാലും അമ്മ വന്ന് പേടിച്ച് മുട്ട് വരച്ച് നിൽക്കുന്നതാണ്. ഓക്കെ, എനിക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ബിരിയാണി. അയ്യോ, കൈവൊക്കെ ഞാൻ മറന്നു. നീ അല്ല കൈ വെക്കണായിരുന്നു. പിന്നെ അതല്ലേ ചലഞ്ച്. നീയല്ലേ കൊണ്ടുവന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അപ്പൊ റിയേച്ചിക്ക് ഒന്ന്, ദിനയ്ക്കൊന്ന്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. +1 +2 ഞാൻ ഏത് സബ്ജക്ട് ആയിരുന്നു? അത് പിന്നെ ഞാൻ കൈ വെക്കും. സയൻസ്. എന്ത്? ബയോളജി, സയൻസ്. അല്ല, എത്ര സയൻസ് ഉണ്ട്? കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഓടിക്കോ ആ വഴി. ഓക്കെ, അപ്പൊ ഞാൻ അര വെച്ച് തന്നെ. 1.5 ഓക്കെ, അതില്ല. ഓക്കെ, 2 പേർക്ക്. ഇത് ഫസ്റ്റ് പെട്ടെന്ന് കൈ വെക്കണം കേട്ടോ. എന്നിട്ട് ചിലപ്പോ നിങ്ങൾ കൊറേ ഒക്കെ പറയായിരിക്കും, പക്ഷെ ഞാൻ ആലോചിക്കുന്ന തന്നെ ഇത് പറയണം. ഇത് നിങ്ങൾ പറയായിരിക്കും. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ഡൗൺ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് മുഴുപ്പിക്കാം. ഓക്കെ, എന്നാ നീ പറ. എന്നിട്ട് ഞാൻ അതിന് പറഞ്ഞുതരാം. കഴിഞ്ഞപ്പോ അല്ല എടി, എന്ന് വെച്ചാ ഡൗൺ ആയെന്ന് പറഞ്ഞാല് അതെപ്പോഴും അങ്ങനെയല്ലേ. ഇനി എന്റെ ചാൻസ് എന്ന് വെച്ചാൽ ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മടുത്ത്, പിന്നെ ഭയങ്കരമായിട്ട് മടുത്ത്. ഞാൻ പറയുന്നത് എന്താന്ന് ആ സമയം പറയണം. അതെ, ഒരു ജാനുവരി ആ ഒരു ടൈം, മറ്റേ ഓൾ ഇന്ത്യ പോയ ആ ഒരു ടൈം. ഓൾ ഇന്ത്യ കിട്ടാത്തത് നമ്മുടെ ആ 800 ഓടി അവിടെ തളർന്ന് വീണത്. കറക്റ്റ്. 800 പോയി, തലേന്ന് 1500 പോയി. അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം മടുത്ത്. പക്ഷെ നമ്മളത് പറഞ്ഞപ്പോഴും ചിരിക്കും. ആ തല എടുത്ത് വീണത്. അതിനുശേഷം ഞാൻ അത് ഓർത്തായിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഡൗൺ ആയി തോന്നിയത് മറ്റേ നവംബറിലെ അല്ല ജാനുവരിയിലെ പ്രശ്നമായിരുന്നു. കൊറേ വട്ടം ഡൗൺ ആയി. പക്ഷെ ഇത് ഒരു ഭയങ്കര ഇത് 3 പോയിന്റ്സ്. ഇതെല്ലാരും പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലേ. ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻസ് ഇടാൻ, മനസ്സിലായോ? പിന്നെ എന്റേതായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടിപൊളി എല്ലാവരും കമന്റ് അത് എന്ത് നീ ഉള്ളിൽ വെച്ച കുറെ കാര്യങ്ങൾ ഞങ്ങളോട് അതൊക്കെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അറിയാറ്റും. ഇച്ചൂസിന്റെ ശരിക്കുള്ള പേര് പറ. അയ്യോ, ഇച്ചൂസിന്റെ ശരിക്കുള്ള പേരെന്താ? ഇഷാൻ. ഇഷാനൊന്നുമല്ല, ആദിദേവിന്റെ ഇഷാനാ. ഇഷാൻ ദേവ്. ഇച്ചൂസ് എന്ന് പറയുന്ന എന്റെ അമ്മേന്റെ അനിയന്റെ മോൻ. ഇവരൊക്കെ ഭയങ്കര കമ്പനിയാ. ഇഷാൻ എനിക്കറിയായിരുന്നു. ഇഷാനാന്ന്. എനിക്ക് കുറച്ച് ടൈം വേണ്ടി. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഓക്കെ,
ഓക്കെ, എന്റെ ഇപ്പോഴത്തെ വാട്സപ്പ് DP ഏതാ? ഞാൻ പറഞ്ഞുതരാം. ഒരു ഇപ്പൊ കൂടി ഞാനാ കൈവൊക്കെ പറയാൻ വേണ്ടി കടലിന്റെ മറ്റേ ആ ഒരു കൈയുള്ള നീലൻ ഉൾക്കൈയുള്ളതല്ലേ തോറ്റു. ഏത് സ്ലീവ്ലെസ്സില്ല? ഞാൻ മൊത്തം പറയണ അതിന്റെ നമ്മള് മറ്റേ നീ മറ്റേ കടലിൽ പോയപ്പോ ഒരു വെള്ള ഫുൾ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പോലത്തെ ഫോട്ടോ പറഞ്ഞു നാണം കിട്ടില്ല. അതിന്റെ വീഡിയോ ഇറക്കണോ? ഇത് പറയുമ്പോ ആ സീൻ വേണമെങ്കിൽ ഇട്ടോട്ടോ. വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ ആർക്കാ? ദിനയ്ക്ക് അല്ല, രണ്ടുപേരും സെയിം. 3-3 അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം പറഞ്ഞു ഫുള്ള് തീർക്കട്ടെ കേട്ടോ. ഐസ്ക്രീം ബ്രാൻഡും ഏത് ഫ്ലേവർ വന്ന് പറയണം. ബ്ലൂബെറിയാണ് നമ്മൾ അന്ന് തിന്നെ. രണ്ടുമല്ല, ഞാൻ പറയാം. അല്ലല്ല, ഞാൻ പറയട്ടെ. എന്നുവെച്ചാ ഇപ്പൊ ഞാൻ ഒരു കട, എനിക്ക് എല്ലാ ബ്രാൻഡും ഇഷ്ടമാണ്, കുറെ ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷെ ആ സാധനം കണ്ടിട്ടുണ്ടേ ഞാൻ അവിടെ പോയിട്ട് അതേ വാങ്ങിക്കുള്ളൂ ഉറപ്പായിട്ടും. നിങ്ങൾക്കൊക്കെ അറിയാം. ബട്ടർ സ്കോച്ച് ആണ്. അല്ല, ബട്ടർ സ്കോച്ച്. ബ്ലൂബെറിയാണ്. സ്ട്രോബെറി ഉറപ്പിച്ചു. അല്ല, ബ്ലൂബെറിയാണ് അവളെ എപ്പോഴും അതിനോടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അത് നിങ്ങളോട് എപ്പം പറയാം, അയ്യോ എനിക്കിത് ഇഷ്ടമാ ഇത് അത്. അരുൺ ഐസ്ക്രീം ഏതാ ഇത്? മറ്റേ ക്യാൻഡി, കോട്ടൺ ക്യാൻഡി. എന്ത് കോട്ടൺ ക്യാൻഡി? ഞാൻ അരുൺ ഐസ്ക്രീം കോട്ടൺ ക്യാൻഡിനെ പറഞ്ഞു പാടി. കോസ്റ്റ്യൂബിൾ കള്ള ഇവൾക്ക് ആൻസർ പറയാൻ ചാൻസ്. ഇത് നമ്മളെ മൂന്നാൾക്കും കൂടെ എന്തായാലും അറിയും. നമ്മളെ മൂന്നാളും കൂടെ ഉള്ളതാ. അന്ന് ഞാൻ എപ്പോഴേ കൈവയ്ക്കും. നിന്റെ ചാൻസ് കഴിഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പറ്റൂല. ചോദിക്കട്ടെ. എടി അവളൊന്നും ഇത്ര വരെ നോക്കിയിട്ടില്ല. ഇങ്ങനെ ഇരുന്നു, അതാ നല്ലത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇപ്പൊ കഴിയും. ആകെ 3 മിനിറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കേ. ഓക്കെ, നമ്മൾ മൂന്നാളും കൂടെ പോകാൻ പ്ലാൻ ഇട്ടിട്ട് ഇതുവരെ നടക്കാത്തത്. പത്മനാഭസ്വാമി ക്ഷേത്രം. ഞാൻ പൊക്കി 5 ദിവസം കഴിഞ്ഞിട്ട് പൊക്കിട്ട് കറക്റ്റ് ടൈമില് പൊക്കണായിരുന്നു. അങ്ങോട്ട് മാറി. വർഷങ്ങളായിട്ടുള്ള പ്ലാൻ. എത്ര പോയിന്റ് ഉണ്ട്? എനിക്കോ? ഞങ്ങളെ കൂട്ടാതെ പോയി. ചേച്ചി പോയി. അത് ആത്മാർത്ഥമായി നമ്മൾ എന്താഗ്രഹിക്കുന്നത് ലഭിക്കുമെന്ന്. അത് എക്സാമിന്റെ പക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നുള്ള ആശയം കൊണ്ടുവന്നാണ് ഞാനാണ് നമുക്കിടയിലല്ലേ. അതെ, ആശയം കൊണ്ടുവന്നത് ഞാൻ, അത് ക്രമീകരിച്ചത് പോയത് ഞാൻ. ആയിക്കോട്ടെ. ഓക്കെ, ഇത് വെച്ചാ റിയേച്ചി അറിയില്ല ഒന്നും പറയില്ല, കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ സാറ് ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ട് എന്തിനാണ്? സ്റ്റീപ്പിൾ ചേസ് മര്യാദ ചാടാത്ത. ഞാനത് എനിക്ക് അല്ല ഹഡിൽ ചാടുന്നത്. ആൻസർ അറിയായിരുന്നു. കണ്ടോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹൂ നോസ് കുറച്ച് അതെനിക്കറിയാം. ഹഡില് ചാടുന്ന ഞാൻ ഇവരുടെ കൂടെ അല്ല വർക്കൗട്ട് ചെയ്യുന്നത്. എടി ഇതൊക്കെ ഇടൂട്ട. ശില്പ ഇങ്ങനെയാണ് ഒറിജിനൽ ശില്പ. ഇതാണ് ശില്പ. അത് മറ്റേ വീഡിയോയിൽ അഭിനയിച്ചതാ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്നെ തന്നെ അതിൽ നോക്കിയത്. എടി ഇവളിങ്ങനെ കണ്ട് ഒളിഞ്ഞു നമുക്ക് കിട്ടുമോന്ന് എനിക്കറിയില്ല. കിട്ടും. എനിക്ക് ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്നെ കുറിച്ച് എത്രത്തോളം അറിയാവോ? ഇതാരെ ചോദിച്ചത്? ആരും ചോദിക്കില്ലേ? എന്ത് കളറാൻ നോക്കിയത്? എന്റെ അമ്മ ഇതാരുടെ ഈ വായ്പ ഡ്രസ്? അത് ഞാൻ കട്ട് ചെയ്യും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അത് അപ്പൊ ഇതും ചോദിക്കും. ശില്പേന്റെ അടുത്ത് ധന്യമോടെയാന്ന് എനിക്കറിയാം. എന്റെ ഫോൺ നമ്പറിന്റെ 3ാമത്തെ അക്കം നമ്പർ 97 78 17. ഞാൻ പറഞ്ഞു. നിന്റെ ഫോൺ നമ്പർ ഫുള്ള് പറഞ്ഞു കൊടുക്കാൻ ആരും പറഞ്ഞു? 888 9 സോറി, ഞാൻ 7 പറഞ്ഞല്ലോ. അല്ല, ഞാൻ 7 പറഞ്ഞ ആൻസർ 7 അവിടെ. 9778. ഞാൻ നിനക്ക് ക്ലൂ വരെ പറഞ്ഞത്. ഓക്കെ, കറക്റ്റ് ആൻസർ. എനിക്ക് 6, ദിന്നിക്ക് 3. എനിക്ക് എല്ലാം അറിയാം. പക്ഷെ ഇന്നലെ ഞാൻ നിന്റെ ഫോൺ നമ്പർ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. 97 ഞാൻ ശരിപ്പോ ഇവക്ക് അറിയില്ലായിരിക്കും. ഞാൻ ഇന്നലെ പഠിപ്പിച്ചവളെ. ഇത് ഈസി. ഇത് എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ ദിന്നിയായിരിക്കും കണ്ടുപിടിക്കുമ്പോൾ. ലാസ്റ്റ് ആയിട്ട് നമ്മള് ഭയങ്കരമായിട്ട് ചിരിച്ച് ചത്തത്. നിന്റെ പിറന്നാൾ തലേ ദിവസത്തെ ആ ഷൂട്ടിന് നിന്റെ പിറന്നാളിന്റെ ഒന്നും ചിരിച്ചു.
അതിന് മുമ്പത്തെ ആ ഷൂട്ടിന് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചില്ലേ? മാറിയിരിക്കും ഇപ്പോഴാണോ? ഇപ്പോഴാണോ ഇപ്പൊ ചിരിച്ചു മറിഞ്ഞ നമ്മള് ഈ ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിന്റെ പിറന്നാളിലെ ബർത്ത്ഡേ എടി 2 ദിവസം ഇവളുടെ പിറന്നാൾ ഷൂട്ടിന്റെ അന്ന് നമ്മള് റീസൺ ഒന്നും പറയണത് നിങ്ങൾ എപ്പോഴാന്ന് മാത്രം പറയാം. റീസൺ പറയാൻ പറ്റില്ല ഇവിടെ. അതെന്താ അന്നും ചിരിച്ചു ചത്തില്ല? എന്നുവെച്ചാ ഈ അടുത്ത് എന്നാ ഇന്നലെ വൈകുന്നേരം ലാസ്റ്റ് ചിരിച്ചു പറഞ്ഞു. നമ്മള് പുറത്തു പോയില്ലേ? നനഞ്ഞിട്ടല്ല. ഇൻസിഡന്റ് പറയണ്ട. ശരി, നമ്മൾ അവിടെ ഇരുന്നിട്ട് ചിരിച്ചില്ലേടി. കൊടുക്കാം. അതെ, റിയേച്ചിന്റെ ബുദ്ധിന്റെ ഇത് കണ്ട് ഞങ്ങള് പക്ഷെ ഉത്തരം പറഞ്ഞ ഞാൻ തന്നെയാണല്ലോ. അതെ, പക്ഷേ ഇത് ഞാൻ മറന്നു കേട്ടോ. അറിയത്തുകൂടി ഇല്ലായിരുന്നു. പക്ഷെ എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്. നമ്മുടെ ഇവളുടെ ബർത്ത്ഡേ ഷൂട്ടിന്റെ അന്ന് എന്ത് ചിരിച്ച്, ബർത്ത്ഡേ ഷൂട്ട് അല്ല, മറ്റേ ഇവള് ഒരു നീല ഉടുപ്പിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയില്ല. അന്ന് ഞങ്ങൾ തലകുത്തി മറിഞ്ഞ് ചിരിച്ച്. അന്ന് ഞാൻ ചിരിച്ചില്ല, കാരണം എന്നെ കണ്ട് നോക്കൂക്കരുന്ന്. അപ്പൊ ചിരിക്കാൻ പറ്റില്ലല്ലോ. അതിന് അല്ലാണ്ട് നമ്മൾ ആ ഫോട്ടോ എടുത്ത് ശരി ശരി, അത് ചിരിച്ചു കണ്ടോ? ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച ഈ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചിരിച്ചില്ലേ? അത് ഇന്നലെയല്ലേ ചിരിച്ച്. ലാസ്റ്റ് ആയിട്ട് ചിരിച്ചെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ വന്നിട്ട് വന്ന പരിചിച്ച് ഞാൻ ചിരിച്ചു. ഞാൻ ചിരിച്ചില്ല പറഞ്ഞ അത് കുത്തി പറഞ്ഞു. ഇന്നലെ എനിക്ക് വായൊക്കെ വേദന എടുത്തിട്ട് അത് ചിരിച്ചിട്ട്. അത് കാര്യം ഞാൻ മറന്നു കേട്ടോ. ശരി, ഇത് കുറച്ച് ടഫാ. ഇത് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. എനിക്കാട്ടെ പോയിന്റ് 7 പോയിന്റ്. സ്റ്റീപ്പിള് ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോ ചെയ്ത ടൈം 11:51. കണ്ട, അതൊക്കെ ഇവർക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് 11:56. 12 എത്ര ഫസ്റ്റ് ടൈം 11:59. 59 ഉറപ്പിച്ച്. യൂണിവേഴ്സിറ്റി ചെയ്തത് 56, 56 അതിന് 56 തോറ്റി. ഞാൻ പറയാം 56 51 പറഞ്ഞ് 57 ഉറപ്പിച്ച് ഫൈനൽ. 57 ഞാൻ ഇറങ്ങി അവിടെ പോയിരിക്കും. 54, 55 മതി മതി. തോറ്റ് 12 ഒന്നാണോ? 11 50 തന്നെയാ. 52 51 ഏകദേശം ശരിയാക്കി ഞാൻ. അപ്പൊ എനിക്ക് പോയിട്ട് ഫുൾ ആൻസർ കറക്റ്റ് ആയിരിക്കണം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്നേഹം. പഴംപൊരി ഞാൻ കൈ ആദ്യമേ പൊക്കി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇനി എന്റെ ചാൻസാ. അവള് ഉദ്ദേശിച്ചതല്ലാന്ന്. അതും ഇഷ്ടമില്ല. എനിക്ക് ഒന്നും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ എണ്ണക്കടി അത്ര വലിയ താല്പര്യമില്ല. ബോണ്ട അതും ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഉള്ളിവട, പരിപ്പുവട. ഇതിലേതെങ്കിലും ഉണ്ടോ? പഴംപൊരിയാണ് നീ എപ്പോഴും ഇഷ്ടം. പഴംപൊരി എനിക്ക് ഇഷ്ടമില്ല. അതുപോലെ ഇഷ്ടമില്ല. മാർക്ക് കാണിക്കാം. ഓടിയൊന്ന് എന്താ ആൻസർ പറ. ഉത്തരത്തില്ലേ അതെനിക്ക് ഇഷ്ടമല്ല. അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട്. നീ എനിക്ക് തരാറൊന്നും തന്നിക്കില്ലല്ലോ. ഉണ്ട്, ഞാൻ അന്ന് തരാന്ന് പറഞ്ഞപ്പോ നീ തിന്നല്ലോ. അല്ല, അടുത്ത ക്വസ്റ്റ്യൻ പറ. ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അയ്യോ, ഇനി എന്തെങ്കിലും ഉണ്ടാക്കി ഞങ്ങൾക്ക് ചോദ്യ വീഡിയോ കട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, വേറെന്താ ഓക്കെ ഗൈസ് പറയാണ്ടോ? നിങ്ങളെ കമന്റ് സെക്ഷനില് ആരുടെ ക്യൂഎന്റെ ഞാനൊക്കെ വിന്നർ. 2ലും ഞാനൊക്കെ വിന്നർ. റിയേച്ചിക്ക് എത്ര പോയിന്റ് ഉണ്ട്? എനിക്ക് 7 6 റിയേച്ചിക്ക് എന്തൊരു നോളജാണ് ഞങ്ങളെ കുറിച്ച്. നിന്നെ മൊണ്ണ. ബൈ ഗൈസ്. അപ്പം റിയേച്ചി വിജയിച്ചിരിക്കുകയാണ്. എനിക്കാണ് ഇവർ രണ്ടുപേരെ പറ്റി നന്നായി അറിയാൻ പോണേ. ഗിഫ്റ്റ് വേണം, തോറ്റവർക്ക് ഗിഫ്റ്റ് വേണം. അങ്ങോട്ട് മാറി നിൽക്കണി. അവളെ ഇറക്കി വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പറ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. വേണം എന്നുള്ളവർ കമന്റ് ചെയ്യാം. എന്ത് വേണമെന്ന്? റിയേച്ചിയുടെ റിയേച്ചിന്റെ ക്യൂഎൻഎ വേണം. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളൊന്നും പിന്നെ വീഡിയോയിൽ ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോ. അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കുറച്ച് ഇങ്ങനത്തെ മുഖങ്ങളൊക്കെ പോയി എന്റെ മുഖം മാത്രം വരുമ്പോ എന്റെ യൂട്യൂബ് ചാനൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കാണാൻ വേണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത്. അങ്ങനെയില്ല, കമന്റ് ചെയ്യണം എല്ലാവരും. ലിജിന്, ദേവദത്ത്, കാവ്യ, പിന്നെ ഫൗസ്റ്റീന, ലവ്, അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി മാത്രം. അവരൊന്ന് കമന്റ് ചെയ്യാം. അവര് കാണുമോ ദൈവം ഇത്രയൊക്കെ? റിവ്യൂ കൊടുത്തായിരുന്നു യൂട്യൂബ് ചാനൽ. എന്താ പറഞ്ഞേ? ഇവിടെ പറയാൻ അഭിപ്രായം ഇവിടെ പറയരുത്. പറയട്ടെ എല്ലാരും അഭിപ്രായം നല്ലതാ. ഓക്കെ ബൈ ഗൈസ്. ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോ അങ്ങോട്ട്.
ബൈ പറഞ്ഞില്ലേ ഇനി ഞങ്ങള് പോകും അടുത്ത ആഴ്ച, അതുകൊണ്ട് അപ്പൊ ഒന്നും വേണം.